അല്ലെങ്കിൽ കാമുകനും കാമുകയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അടിപൊളിയാക്കാനായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു 4 വഴികളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹാവ് മോർ ഫൺ ടുഗദർ. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ പലിശയുടെ കണക്കും അല്ലെങ്കിൽ ലോൺ അടയ്ക്കേണ്ട കാര്യവും പലചരക്കടയിലെ പറ്റിൻ്റെ കാര്യവും മാത്രം സംസാരിച്ചാൽ പോരാ. കൂടുതൽ സമയം നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓൾവേസ് പ്രേ ടുഗദർ. നിങ്ങൾ എപ്പോഴും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എപ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥന, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് കൂടുമെന്നാണ് ഹാർവർഡിൻ്റെ ഒരു സ്റ്റഡി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. മൂന്നാമത്തേതെന്ന് പറയുന്നത് പുരുഷന്മാരോടാണ്. അവർ സ്ത്രീകളെ നോക്കി സംസാരിക്കുക, ഭാര്യയെ നോക്കി സംസാരിക്കുമ്പോൾ എപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആവുകയും അത് അവർക്കൊരു ഹാപ്പി ഹോർമോണായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുവഴി അവർക്കൊരു പ്ലഷർ ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പ് സൂപ്പർ ആവുകയും ചെയ്യും. നാലാമത്തത് സ്ത്രീകളോടാണ്. നിങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ അവരെ ടച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ ടച്ച് വഴി അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ റിലീസ് കൂടുകയും അതുവഴി അവർക്കൊരു ഗാർഡിയൻ ഫീലിംഗ് എന്നൊക്കെ പറയുന്ന ഞാനൊരു സംഭവമാണ്, ഞാൻ അടിപൊളിയാണെന്ന ഒരു ഫീലിംഗ്, പ്ലഷർ ഫീലിംഗ് അവർക്ക് കിട്ടുകയും അതുവഴി ആ റിലേഷൻഷിപ്പ് സൂപ്പർ ആവുകയും ചെയ്യും. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ കാമുകനും കാമുകയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്